ഗുണാകേവ് ആണെന്നും പറഞ്ഞ് ചെന്ന് വണ്ടി നിർത്തി നോക്കിയപ്പോഴത്തേക്കും ഗുണാകേവല്ല, പില്ലർ റോക്കായിരുന്നു. പിന്നെ അതിൻ്റെ മുന്നിൽ പോയി ഇന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാതെ സമാധാനം കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് നടക്കുവാണ്. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ ഫുള്ള് തിരക്ക്, അവിടെ ഫോട്ടോ എടുക്കുന്ന ബഹളം. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ പകർത്തിയിട്ട് ഫൈനലി ഗുണാകേവ് എത്തിയിരിക്കുകയാണ്. ഇറങ്ങിയപ്പോൾ മുതൽ എൻ്റെ ലാലൂസ് ഭയങ്കര ഹരമായിരുന്നു കേട്ടോ. ഇവിടെ വരണം. ഞാൻ ഊട്ടി പറഞ്ഞിട്ട് പോലും പുള്ളിക്ക് ഗുണാകേവ് കണ്ടാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വരേണ്ടതായിരുന്നു. പക്ഷേ മഴ നമ്മളെ ചതിച്ചു. ഇപ്പോഴും മഴയുടെ ഇത് വന്ന് നിൽക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ഇതെല്ലാം കയറി കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറയാൻ വല്ലാത്തൊരു രോമാഞ്ചമായിരുന്നു ഈ ഗുഹയ്ക്കകത്തോട്ട് കയറിയപ്പോൾ. സത്യം കുറേ നാളത്തെ ആഗ്രഹം സഫലമായ കണക്കൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ വേര് കാണാൻ വേണ്ടി. വേരാണ് മെയിൻ സംഭവം. അതിനകത്തിരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇത്രയും ദൂരം താണ്ടി ഞാൻ വന്നത് തന്നെ. അങ്ങനെ ഞാനെല്ലാം ലാൻസോടെ ഇരുന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ ഫാമിലി ആയിട്ടിരുന്ന് വീഡിയോ എടുത്തു. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എല്ലാം കണ്ട് നടന്നിട്ട് തിരിച്ചിറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. കാരണം മക്കളും മുതിര ഉണ്ടായതുകൊണ്ട് നമുക്ക് അധികം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നല്ല ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ അവളുമാരുടെ സൂക്ഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളൊരുപടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. ഞാൻ ഗുണാകേവിനോട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ തിരിച്ച് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ കണ്ടത് പറഞ്ഞ ഒരു സീനാണ്. അപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളത് വാങ്ങി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് ഭയങ്കര വിലയാണ് കേട്ടോ. ഇത് വഴിയോരത്തൊക്കെ വിൽക്കുന്നത് ഭയങ്കര വിലയാണ്. ചിലയിടത്തൊക്കെ വിലക്കുറവും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ലൊരു ഹോട്ടലാണ് കയറിയത്. നല്ല ഫുഡായിരുന്നു അവിടുത്തെ ഫുഡ്. ഞാനൊരു കാട ഫ്രൈ പറഞ്ഞായിരുന്നു. കാട ഫ്രൈ 65 പറഞ്ഞു. കാട ഫ്രൈ പറഞ്ഞു. അല്ല ലിഡിയ പൊടി ആ സോസിങ് എടുത്തില്ല. പച്ച സോസ് എന്തോ മുളകിന്റെ ആയിരിക്കും മിക്കവാറും. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി നല്ലൊരു ഉറക്കവും വെച്ച് കൊടുത്തു. ഉറക്കത്തിൽ എണീറ്റപ്പോൾ നോക്കിയപ്പോഴത്തേക്കും രാത്രിയായി. നല്ലപോലെ വയറ് വിശക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട്. ആ സീനാണ് നിങ്ങൾ കാണുന്നത്. ഫുഡിൻ്റെ സീനൊന്നും നമുക്കിതിനകത്ത് പകർത്താൻ പറ്റിയിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ഇരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വീണ്ടും ഫുഡ് കഴിച്ച് തിരിച്ച് കാറിനകത്തിട്ട് കയറി വീണ്ടും ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. നല്ലപോലെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീട്ടിലോട്ടാണ് കേട്ടോ.